ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമ്മളെ കയ്യിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു 2 ലിറ്ററിൻ്റെ വെള്ളം കുപ്പി, പിന്നെ ഒരു ചിരട്ട, പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ. ഇതെന്ന് പറയണത് നമ്മളെ ചകിരിയൊക്കെ പിഞ്ഞുമ്പോൾ കിട്ടില്ല ഒരു പൊടി, അതാണ് ചകിരിയുടെ പൊടിയാണ് കേട്ടോ. വേറെ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കുപ്പി ഒരു സൈസിൽ മുറിച്ചെടുക്കണം. കുപ്പി ഒരളവ് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് ചെറിയൊരു അളവ് മതി, അധികം ഹൈറ്റിൽ വേണമെന്നില്ല. അപ്പോൾ അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ചെറിയൊരു അളവിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ആദ്യം ഒരു മുറിക്കാനുള്ള റൗണ്ട് ഭാഗം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ വാതിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹട്ടാണ്, ചെറിയ ഒരു ഹട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാതിലും മാർക്ക് ചെയ്തതിന് ശേഷം അത് മെല്ലെ മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിയിൽ ഒപ്പാവുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ മുറിച്ചെടുത്തതിന് ശേഷം അതൊരു ഒരക്കടലാസ് വെച്ചിട്ട് ഒപ്പാക്കിയാലും മതി. വീണ് പോകാത്ത രീതിയിൽ ഒപ്പാക്കി എടുത്തിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കത്തിരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ വാതിലും കൂടി മുറിച്ച് കഴിഞ്ഞാൽ നമ്മളൊരുവിധം പണിയൊക്കെ കഴിയും. ഗമ്പായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഫെവിക്കോള് മെല്ലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ ചകിരിയുടെ ആ പൊടി ഉണ്ടല്ലോ, ആ പൊടി ഇതുമ്പോൾ ശരിക്കും ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്യണത്. നേരിട്ടും ചെയ്യുകയൊക്കെ ചെയ്യാം, അപ്പോൾ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ കവർ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അതിന് ശേഷം വീണ്ടും ഗമ്മ കൊടുത്തിട്ട് നമുക്ക് ഈ ചകിരിയുടെ പൊടി വെക്കാൻ നോക്കുന്നത്. ടിഷ്യൂ പേപ്പർ നല്ല വൃത്തിയായിട്ട് വെക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒട്ടാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ പൊടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ ഈ ഫസ്റ്റ് അപ്ലൈ ചെയ്യണതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഫെവിക്കോളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഒന്ന് കട്ടി കുറച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും പക്ഷേ അത് നല്ല എന്താ പറയുക, നമ്മൾ ചകിരിയുടെ പൊടി കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാനൊക്കെ അത് നല്ല സഹായിക്കും.
ഇതുപോലെ എല്ലാ ഭാഗത്തും പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഈ രൂപത്തിലേക്ക് വരും. ഈ പൊടി എന്ന് പറയണത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളെ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ചകിരി ഉണ്ടാവും. ആ ചകിരി വെറുതെ നമ്മളിങ്ങനെ പിച്ചി എടുക്കുമ്പോൾ അടിയിലൊരു പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഈ പൊടി അവിടെ താഴത്തേക്ക് വീണോളും. പിന്നെ അതിലത്തെ കരടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആ പൊടി യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ഒരു ചിരട്ട എടുത്തിട്ട് ഇതേപോലെ തന്നെ സെയിം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഗമ്മ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു ഇതല്ലാത്ത ഇത് പെട്ടെന്ന് ഒട്ടുന്നതുകൊണ്ടേ നമ്മൾ ആദ്യം ചെയ്ത ഭാഗത്ത് ചകിരിയുടെ പൊടി വയ്ക്കുക, പിന്നീട് വീണ്ടും തേക്കുക. അങ്ങനെ ചെയ്തു പോകണമെന്ന് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ടോ. അല്ലെങ്കിൽ ഗമ്മ വേഗം ഒട്ടിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മളെ പണിയും തീരും. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിൻ്റെ പണി മുഴുവനായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മെല്ലെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളിഷ്ടമാണ്. അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹട്ടാണിത്. നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.